ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. മരണാനന്തര ജീവിതത്തെ അടിസ്ഥാനമാക്കി ഇഹലോക ജീവിതം നയിക്കുന്ന ആത്മീക തത്വമാണ് പല മതങ്ങളുടെയും ധാർമ്മിക അടിസ്ഥാനം. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഒരു കഥയാകട്ടെ ഈ പ്രഭാത ചിന്ത. ധനികനായ ഒരു മനുഷ്യൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിൽ മാലാഖമാർ സ്വീകരിച്ച് ആനയിച്ചു. അവിടെ ഒരാത്മാവെത്തിയാൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും അവസ്ഥാവിശേഷത്തെ നേരിട്ട് നവാഗതനായ ആത്മാവിനെ കാട്ടിക്കൊടുക്കുക എന്നൊരു പതിവുണ്ട്. അങ്ങനെ നമ്മുടെ കഥയിലെ ധനികൻ്റെ ആത്മാവിൻ്റെ ഊഴമെത്തി. 2 മാലാഖമാർ ആത്മാവിനെ സ്വീകരിച്ച് ആനയിച്ചു. ധനികനായ ഈ ആത്മാവിൻ്റെ ലോകവാസത്തിൽ അദ്ദേഹം അനേക നന്മപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക്, അനാഥർക്ക്, മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്ക്, ഭവനരഹിതർക്ക്, ശാരീരിക മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഈ ധനികൻ ശ്രേഷ്ഠനായ ഒരു സഹായിയും സുഹൃത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നന്മപ്രവർത്തികൾക്ക് സമൂഹം സമുന്നതമായ അംഗീകാരവും പ്രശംസാപത്രവും നൽകിയിരുന്നു. അവയെല്ലാം തൻ്റെ സ്വീകരണ മുറിയിൽ അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട്. താൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത സർവപ്രവർത്തികൾക്കുമുള്ള അംഗീകാരമായി അദ്ദേഹം മരണശേഷം പ്രതീക്ഷിച്ചിരുന്നത് നവരത്നങ്ങളാൽ സ്വർഗത്തിൽ അലങ്കൃതമായ ഒരു മനോഹരമായ മണിമാളികയായിരുന്നു. അങ്ങനെ മാലാഖ ആ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് സ്വർഗവീതിയിലൂടെ യാത്രയായി. കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന മനോഹാരങ്ങളായ സൗധങ്ങൾ അദ്ദേഹം കണ്ടു. അവയിലേതെങ്കിലും ഒന്നായിരിക്കും തൻ്റെ കൊട്ടാരമെന്ന് ആ മനുഷ്യൻ്റെ ആത്മാവ് ചിന്തിച്ചു. പക്ഷേ അപ്പോഴും യാത്ര മുന്നോട്ട് തന്നെ പോയി. അവസാനം അവർ ചെന്ന് നിന്നത് ഒരു ചെറിയ കുടിലിനരികിലാണ്. അകത്തും പുറത്തും വലിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ആ കുടിലിന് മുമ്പിൽ തൻ്റെ പേര് എഴുതി വച്ചിരിക്കുന്നതായി ആ ധനികൻ്റെ ആത്മാവ് കണ്ടു. ഒരു പക്ഷേ മാലാഖയ്ക്ക് അബദ്ധം സംഭവിച്ചതാവാം. അതുമല്ലെങ്കിൽ തൻ്റെ പേര് ഉള്ള മറ്റാരുടെയെങ്കിലും ആകാം ഈ കുടില് എന്ന് അദ്ദേഹം ചിന്തിച്ചു. തൻ്റെ സങ്കടം മനസ്സിലാക്കിയ മാലാഖ പറഞ്ഞു, താങ്കൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മപ്രവർത്തികൾ വിവിധ സാമഗ്രികളായി രൂപപ്പെട്ട് അവ സ്വർഗത്തിലേക്ക് വരികയും അങ്ങനെ ഈ കുടിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്ത പല നന്മപ്രവർത്തിക്കും ലഭിച്ച സാമഗ്രികൾ ഫലകമായി, പൊന്നാടയായി, ശിലാസ്ഥാപനങ്ങളിലെ നാമവൽക്കരണങ്ങളായി ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ അതിൻ്റെ മഹത്വം സ്വീകരിച്ചു കഴിഞ്ഞു. ബാക്കി അവശേഷിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഈ കുടിൽ നിർമ്മിച്ചിരിക്കുന്നത്. കഥ അവസാനിക്കുമ്പോൾ ദുഃഖിതനായി ആ ആത്മാവ് ആ കുടിലിനരികിൽ ഏകനായി നിൽക്കുന്നതായിട്ടാണ്. വചനം പറയുന്നത് ശ്രദ്ധിക്കുക. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കരം ഒരിക്കലും അറിയരുത്. നന്മയും പ്രസാദവും ദൈവഹിതവും തിരിച്ചറിഞ്ഞ് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിതം തുടരുക. ഏവർക്കും ശുഭദിനം. നന്ദി.